ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വിഷു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. വിഷുവിന് ഞാൻ എന്റെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ചെയ്ത് കാണിച്ചിരുന്നത്. അപ്പൊ ഇതിങ്ങനെ ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ലുക്ക് ഒന്നല്ല, ഈ ഒരു സിമ്പിൾ ലുക്ക് ഞാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് ഏത് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കുഞ്ഞു ലുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു ലുക്ക് ഞാൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് നമുക്കൊന്ന് പോയി കണ്ടു നോക്കിയാലോ. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള നോർമൽ ആയിട്ടുള്ള അഫോർഡബിൾ പ്രോഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സിമ്പിൾ ഇങ്ങനത്തെ ഒരു ലുക്കിൽ നിന്നും ഈ ഒരു ലുക്കിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ ജസ്റ്റ് മേക്കപ്പ് ചെയ്യുന്ന മാത്രമല്ല, നമ്മുടെ ഓവറോൾ ആയിട്ടുള്ള ആക്സസറീസ്, ഇപ്പൊ ഈ മുല്ലപ്പൂ വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ഓവറോൾ ഉള്ള ലുക്കിനെ ചേഞ്ച് ചെയ്യും. നമ്മൾ കുഞ്ഞു ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന രൂപത്തിൽ നിന്ന് ഭയങ്കര ചേഞ്ച് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അത് വളരെ മിനിമൽ പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ടോണർ യൂസ് ചെയ്യാം. എനിക്ക് എന്റെ സ്കിന്നിന് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടോണർ ആണ് ഈ ഒരു പ്ലമ്മിന്റെ ഗ്രീൻ ടീ ടോണർ. ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഞാൻ ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്റെ ലിപ്സ്റ്റിക്, ഞാൻ ചെറിയൊരു ലിപ് ടിന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ അതൊന്ന് ഞാൻ റിമൂവ് ചെയ്തിട്ട് കുറച്ച് ലിപ് ബാം ഇട്ട് കൊടുക്കാൻ പോവാണ്. ഞാനിപ്പോ ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കറണ്ട് പോയതുകൊണ്ട് ഞാൻ നല്ല രീതിക്ക് വേർക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സിമ്പിൾ കാര്യം, നിങ്ങൾ മേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ല രീതിക്ക് തണുത്തിട്ടുള്ള, അതായത് നല്ല കൂളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര വൃത്തികേടായിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഫാൻ അല്ലെങ്കിൽ AC ഓൺ ആക്കി ഇട്ടിട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പൊ ഇവിടെ കറണ്ട് പോയതുകൊണ്ട് തന്നെ ഞാനിപ്പം നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ സ്വെറ്റ് ആയിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേക്കപ്പ് ലുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല ബോറായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ, കറണ്ട് വരുമോ എന്നുള്ളത് നോക്കട്ടെ. അല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുത്ത് എങ്ങനെയെങ്കിലും തീർക്കണം. അപ്പൊ ചിലപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ടാവും. കാരണം ഇപ്പൊ ഫാൻ ഇല്ലാതെ അവസ്ഥ അറിയാലോ, നല്ല ചൂടല്ലേ. ടോണർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മോയ്സ്ചറൈസർ ആണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനിൽ തന്നെ ഒരു മോയ്സ്ചറൈസർ അങ്ങനെ പ്ലസ് സൺസ്ക്രീൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യട്ടോ. മോയ്സ്ചറൈസർ സെപ്പറേറ്റ് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ. സോ ഞാനിപ്പോ ഈ ഒരു ഡോട്ട് ആൻഡ് കെയിന്റെ ഈ ഒരു മോയ്സ്ചറൈസർ ആണ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. ഭയങ്കര ജെൽ കൺസിസ്റ്റൻസി ഉള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ഓയിലി സ്കിൻ ടൈപ്പിന് അടിപൊളിയായിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ ഒരു മോയ്സ്ചറൈസർ ഡോട്ട് ആൻഡ് കെയിന്റെ. സോ ഓയിലി സ്കിൻ ആണ് നിങ്ങളുടേതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുണ്ടായിരിക്കുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇത് മേക്കപ്പിന് അണ്ടറിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോ മോയ്സ്ചറൈസർ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക, അതൊന്ന് നമ്മുടെ സ്കിന്നിലോട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് പോവാണ്. സോ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യുന്നത് അൺറേറ്റഡ് എന്നുള്ള ഒരു ബ്രാൻഡിന്റെ സൺസ്ക്രീൻ ആണ്. ഇതിന്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടു നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം, ഐക്കാർട്ടിൽ കൊടുക്കാം. നിങ്ങൾക്ക് അങ്ങനെ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ എന്റെ ചാനൽ എടുത്ത് ചെക്ക് ചെയ്തിട്ട് പ്രോഡക്റ്റ് റിവ്യൂസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് ഉണ്ടായിരിക്കും, അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കാണാം കേട്ടോ. അപ്പൊ ഞാൻ ഇതാണ് ഇന്ന് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. സൺസ്ക്രീൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് സൺസ്ക്രീൻ, നിങ്ങളുടെ കയ്യിൽ ഏത് സൺസ്ക്രീൻ ആണുള്ളത്, നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേർന്നിട്ടുള്ള ഒരു സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. കാരണം നമ്മൾ വിഷു മേക്കപ്പ് ലുക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തായാലും പുറത്തേക്കൊക്കെ ഇറങ്ങുമല്ലോ, വെയിലത്തേക്ക് പോകുമ്പോൾ ഫോട്ടോസ് എടുക്കാനും. അപ്പൊ എന്തായാലും സൺസ്ക്രീൻ മസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത്, എന്തായാലും അടിപൊളിയായിട്ടുള്ള സൺസ്ക്രീൻ ആട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഒന്നാമത് ഇതിന്റെ പ്രൈസ് ആണ്, പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇത് 200 റുപ്പീസിന്റെ താഴെയാണ് വരുന്നത് ഈ ഒരു അൺറേറ്റഡ് ബ്രാൻഡിന്റെ സൺസ്ക്രീൻ. ആൻഡ് ഓൾസോ PA+++4+ ഉണ്ട്. അതുപോലെ തന്നെ SPF 50 ഉണ്ട് കേട്ടോ. അപ്പം അത്രയും നല്ല രീതിക്ക് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. സോ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മസ്റ്റ് ആയിട്ട് നോക്കുക. ഏതെങ്കിലും സൺസ്ക്രീൻ വാങ്ങി യൂസ് ചെയ്യാതെ അതിലുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇട്ടിട്ടുള്ള അപ്പൊ തന്നെ നിങ്ങൾ പോയിട്ട് എടുത്ത് മേക്കപ്പ് ഇടരുത്. സൺസ്ക്രീൻ ഒന്ന് സ്കിന്നിൽ സെറ്റ് ആവാനുള്ള കുറച്ചൊരു ടൈം കൊടുക്കുക. ഒരു 5 to 10 minutes വെച്ച ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണോ അത് ചെയ്യാവുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന്റെ മുന്നേ ആയിട്ട് നമ്മുടെ ബേസ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ മേക്കപ്പ് കുറച്ചും കൂടി ഒന്ന് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിർത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ടൈം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രൈമർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിപ്പോ എന്റെ അടുത്ത് ഉള്ള ഒരു പ്രൈമറാണ്, ഞാൻ വേറെ നോക്കിയിട്ട് കണ്ടില്ല. ഇതാണ് എന്റെ ഉള്ളത്, എൻവൈബന്റെ ഒരു പ്രൈമർ. ഇത് 4in1 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇലുമിനേറ്റ്സ്, പ്രെപ്സ്, പ്രൊട്ടക്ട്സ് ആൻഡ് നൗറിഷസ്, ഇത്രയാണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ ബ്രൈറ്റനിങ് പ്രൈമർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാന് കുറെ മുന്നേ വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൈമറാണ്. അപ്പൊ ഞാൻ അതാണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയാ
നിങ്ങളിപ്പോ എന്ത് കാര്യത്തിനാണ് പ്രൈമർ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട്, ചിലവര് പോർ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോർ മിനിമൈസിങ് പ്രൈമർ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പം കുറച്ചെടുത്തിട്ട് എന്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ നോസിന്റെ ഏരിയയില്, പിന്നെ ഈ ഭാഗത്ത് എനിക്ക് കുറച്ച് പൂസ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു ഭാഗത്തൊക്കെയാണ് ഇടുന്നത്. ഫേസ് ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കട്ടോ, കുറച്ചെടുത്തിട്ട് ബാക്കി എല്ലാ ഭാഗത്തേക്കും. കാരണം എനിക്ക് നല്ല രീതിക്ക് ഓയിൽ പ്രൊഡക്ഷൻ ഈ ഭാഗത്തൊക്കെ ഉണ്ടാവാറുണ്ട്. ഫേസിൽ ഇപ്പം പിമ്പിൾസ് വന്നു പോയിട്ടുള്ള കുറച്ച് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, കണ്ടോ? അതൊന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യമില്ല. ബിക്കോസ് നമ്മൾ മനുഷ്യന്മാരാണല്ലേ, പിമ്പിൾസ് വരും, ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും, അത് സെറ്റ് ആക്കി എടുക്കും. ഞാൻ ജസ്റ്റ് കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ട് എന്റെ ഡാർക്ക് സർക്കിൾസിന്റെ ഭാഗത്ത് കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ ആണെന്ന് തോന്നുന്നു. എനിക്കങ്ങനെ ക്യാമറയിലായതുകൊണ്ട് എനിക്ക് അങ്ങനെ അറിയുന്നില്ല. ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മിലാപ്പിന്റെ ഈ ഒരു ഫൗണ്ടേഷനും ഈ ഒരു മേബിലിൻ ഫിറ്റ്മിന്റെ ഈ ഒരു 2 ഫൗണ്ടേഷനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. കാരണം ഈ ഒരു ഫൗണ്ടേഷൻ അത്യാവശ്യം എനിക്ക് ഓക്സിഡൈസ് ആവുന്നതാണ് കേട്ടോ. അത് മാത്രമല്ല, ഇത് എന്റെ ഷെയ്ഡിനേക്കാളും ഒരു പൊടിക്ക് ഡാർക്ക് ഷെയ്ഡാണ്. അപ്പൊ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഓക്സിഡൈസ് ആവുമ്പോൾ ഭയങ്കര ഡൾ ആയിട്ടുണ്ടാവും. ഇത് എന്റെ ഷെയ്ഡിനേക്കാളും ഒരു 2-3 ഷെയ്ഡ്സ് കൂടുതലാണ്, ഈ ഒരു ലൈറ്റർ ആയിട്ടുള്ള ഷെയ്ഡാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഫുൾ കവറേജ് ആയിട്ടുള്ളതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഞാനിപ്പോ ഭയങ്കര നമുക്ക് നമ്മുടെ ഫേസിലുള്ള എല്ലാ ഇംപെർഫെക്ഷൻസും കാണുന്ന രീതിക്ക് എന്നാ ഫേസ് ഒന്ന് ഈവൻ ആയിട്ട് നിൽക്കണം, ആ രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫോട്ടോസിലൊക്കെയാണ് നിങ്ങൾക്ക് ഫുൾ കവറേജ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ കവറേജ് ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്ട്സ് എന്താണോ അത് യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഞാൻ ഇതിൽ സ്റ്റെപ്സ് കാണിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു. അതാണ് മെയിൻ ആയിട്ട് ഞാൻ ഈ ഒരു ചെറിയൊരു മേക്കപ്പ് ലുക്കിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഇതൊരു പ്രൊഫഷണൽ മേക്കപ്പ് ലുക്ക് ഒന്നല്ല. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് വിഷുവിന് റെഡി ആവാം, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ മാത്രമാണ് കേട്ടോ. ഫൈനലി ഗൈസ്, കറണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത്രയും നേരം എനിക്ക് വീഡിയോ വേഗം എടുത്ത് തീരണല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ നിർത്തി വെക്കാതെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാട്ടോ കറണ്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഞാൻ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഫേസിൽ സെറ്റ് ആയി. ഇനി നമുക്ക് ഒരു ജസ്റ്റ് ഒരു പൗഡർ ഇട്ട് സെറ്റ് ചെയ്യാം. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, അതിന്റെ മുന്നേ വേറൊരു കാര്യമുണ്ട്. നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഐബ്രോസ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാട്ടോ. എനിക്കത് മറന്നുപോയി. അപ്പൊ ഞാൻ നെക്സ്റ്റ് ഐബ്രോസ് ഫില്ല് ചെയ്യട്ടെ. ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു ടിപ്പ് ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക. പിന്നെ അതിനുശേഷം ഇവിടെ താഴെ മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മോൾ ഭാഗത്ത് ഫില്ല് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. നമ്മൾ ആദ്യം ഈ ഒരു കോർണർ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുക. പിന്നെ ഇതിനുള്ളിലൊക്കെ ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങൾ ഐബ്രോ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു പെർഫെക്റ്റ് ലുക്ക് കിട്ടും. ഇപ്പൊ ഞാൻ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് കോംബ് ചെയ്ത് ചെയ്യുമ്പോഴേക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പിലുണ്ടാവും. ഞാൻ ഈ ഒരു ഭാഗം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഫില്ല് ചെയ്ത പോലെ അറിയുന്നില്ലല്ലോ. ഫുൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ആയിട്ടുണ്ട്, എന്നാ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ലുക്കുമാണ്. ഇനി ഈ ഒരു ഭാഗം കൂടി ഞാൻ ഫില്ല് ചെയ്തെടുക്കട്ടെ. ഞാൻ ഈ 2 ഐബ്രോസ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ബോൾഡ് ആയിട്ട് ഐബ്രോസ് ചെയ്യാനാണ് ഇഷ്ടം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത്ര ബോൾഡ് ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക. പക്ഷെ മാക്സിമം നിങ്ങൾക്ക് ബോൾഡ് ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ത്രെഡ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് എക്സസ് ആയിട്ട് വരുന്ന ഐബ്രോസ് മാത്രം എടുത്തു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കും കൂടി ചെയ്യുമ്പോൾ നല്ല ബോൾഡ് ആയിട്ടുള്ള ഐബ്രോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ബ്രൗസ് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കോംബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അങ്ങനെ കോംബ് ചെയ്യുമ്പോഴാണ് അത് എല്ലായിടത്തേക്കും ആ ഒരു ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈവൻ ആയിട്ട് സ്പ്രെഡ് ആവത്തുള്ളൂ. അല്ലാതെ ഫേസിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടില്ലേ. ഇനി ഇതൊന്നും എന്റെ ഫേസ് കുറച്ച് ഓയിലി കൈൻഡ് ഓഫ് ഫേസിലോട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും ഒരു പൗഡർ യൂസ് ചെയ്തിട്ട്, ലൂസ് പൗഡർ അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് അല്ലെങ്കിൽ ടാൽക്കം പൗഡർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് സെറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇന്നിപ്പം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മിനിമം ലുക്ക് കാണിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു BB ബ്രൈറ്റനിങ് ആൻഡ് ബ്യൂട്ടി ഫേസ് ടാൽക്കം പൗഡർ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ കോളേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഭയങ്കര കോമ്പാക്ട് പൗഡർ ഒന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൗഡർ യൂസ് ചെയ്യാം കേട്ടോ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു എന്താ പറയാ, കുറച്ചൊരു കോമ്പാക്ട് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കോമ്പാക്ടിന് ഒരു ടിന്റ് ഉണ്ടാവും.
ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു ടിന്റ് ഉള്ള കൈൻഡ് ഓഫ് ടാൽക്കം പൗഡർ ആണ് ഈ ഒരു സ്പിൻസിന്റെ ഈ ഒരു BB ബ്രൈറ്റനിങ് ആൻഡ് ഡ്യൂട്ടി. അപ്പൊ ഞാൻ അഫോർഡബിൾ കൈൻഡ് ഒരു സിമ്പിൾ ലുക്ക് ചെയ്യുന്നോണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോമ്പാക്ട് യൂസ് ചെയ്തിട്ടോ ലൂസ് പൗഡർ യൂസ് ചെയ്തിട്ടോ സെറ്റ് ചെയ്യാം. ഇനിയിപ്പോ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ചെറിയൊരു സിമ്പിൾ ലുക്ക് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഈ ഒരു പൗഡർ യൂസ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇത് കുറച്ചെടുക്കുക, എന്നിട്ട് കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ആക്കുക, ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ ഫേസിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ച് നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. എന്നിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോഴേക്ക് അടിപൊളിയായിട്ടുണ്ടാവും. ഞാൻ പൗഡർ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐ ലുക്ക് ചെയ്യാം. ഐ ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു മാസിന്റെ ഈ ഒരു പാലറ്റ് യൂസ് ചെയ്യുന്നത്. എന്റെ അടുത്തുനിന്ന് കുറച്ചൊക്കെ പൊട്ടിപ്പോയി. ഇതിലൊരു എന്താ പറയുക ഷിമ്മർ കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഷെയ്ഡ് ഇത് ഫുള്ളായിട്ട് പൊട്ടിപ്പോയിട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് ഫുൾ സ്പ്രെഡ് ആയിട്ട് കുറച്ചൊന്ന് അലമ്പായിരിക്കുകയാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഇതാണ് യൂസ് ചെയ്ത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഐ ഷാഡോ പാലറ്റ് ആണ്. ഇതിൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ഉണ്ട്. നമുക്ക് ഫെസ്റ്റിവൽ ലുക്സ് ഒക്കെ ചെയ്യുമ്പോൾ പറ്റിയിട്ടുള്ള ഒരുപാട് ഷെയ്ഡ്സ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഓൾസോ ഇതിൽ എന്തുണ്ട്, ഹൈലൈറ്റർ ആൻഡ് ബ്ലഷ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാലറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്, നിങ്ങളൊരു ബിഗിനർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ ബ്ലഷ് ഞാൻ ഇതിലുള്ളതല്ല യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഓവറോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ടല്ലോ, ആ ഒരു ഷെയ്ഡാണ് എടുക്കുന്നത്. ഇതില് നല്ല രീതിക്ക് ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള തട്ടി കൊടുക്കുക, അപ്ലൈ കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ബ്രഷ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ ഈ ഒരു ഔട്ടർ കോർണറിലാണ് ഞാൻ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്. ഔട്ടർ കോർണറിൽ പ്ലേസ് ചെയ്തിട്ട് ഇങ്ങനെ താഴോട്ട് നോക്കിയിട്ട് കണ്ണിങ്ങനെ വിടർത്തി പിടിച്ചിട്ട് ഞാനിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ സെന്റർ ഭാഗത്തായിട്ട് ഒരു ഷിമ്മർ ഷെയ്ഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ ഷിമ്മർ ലുക്ക്, അതായത് ഷിമ്മർ ഗ്ലിറ്ററിംഗ് ആയിട്ടുള്ള ഐ ഷാഡോ ലുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. പിന്നെ ഞാൻ നല്ല നീളത്തിൽ വാലിട്ടിട്ടാണ് കണ്ണെഴുതുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് അറ്റത്തോട്ട് ആദ്യം വാലിട്ട് കൊടുത്തിട്ട് അതിലോട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടാട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ കുറച്ചായിട്ട് ഞാൻ അങ്ങനെയാണ് ഐലൈനർ വരയ്ക്കാറുള്ളത്. ആദ്യം അറ്റത്ത് വാലിട്ട ശേഷം അതിലോട്ട് ജോയിൻ ചെയ്തിട്ട് പിന്നെ എത്ര കട്ടി വേണോ അതിനനുസരിച്ച് ഇങ്ങനെ കൂട്ടി കൊടുക്കുക ചെയ്യാറുള്ളത്. പിന്നെ ഈ ഒരു ഐ ഷാഡോ ലുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഈ ഒരു ടൈമിൽ കേട്ടോ. അതായത് അത്യാവശ്യം എനിക്ക് കുറച്ചധികം ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഐ ഷാഡോ ലുക്ക് പോലെ തോന്നി, ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്തു നിൽക്കുന്ന പോലെ തോന്നി. ഒന്നാമത് വീഡിയോ എന്താ പറയാ, ഞാൻ എഡിറ്റ് ചെയ്ത് നോക്കി, കുറച്ച് ഞാൻ എടുത്ത ശേഷം ഞാനൊന്ന് എഡിറ്റ് ചെയ്തൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തു. ഞാൻ പക്ഷെ ലാസ്റ്റിൽ ഞാനത് റെഡി ആക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ കാണുന്നത് നിങ്ങളൊന്ന് ക്ഷമിക്കുക, ഞാനത് പിന്നെ മാറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തിട്ട് വേറൊരു വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു ടൈം ഇല്ല. കാരണം ഓൾറെഡി ഞാൻ ഈ വീഡിയോ ഇടുന്നത് വിഷുവിന്റെ തലേന്നായിരിക്കും. ഞാൻ അതിന്റെ തൊട്ട് മുന്നത്തെ ദിവസമാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. സോ പിന്നെയും ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തേ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഐ ഷാഡോ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ട് വേറൊരു വീഡിയോ എടുക്കാതിരുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസ്കാര കേട്ടോ. മസ്കാര നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ലാഷസിന്റെ സൈഡിലൂടെ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല വോളിയമൈസ് ആയിട്ടുണ്ടാവും കേട്ടോ. കുറച്ചധികം നമുക്കിങ്ങനെ എടുത്ത് അറിയുന്ന പോലെ ഉണ്ടാവും. എക്സസ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് മാറ്റാം, പക്ഷെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല വോളിയമായിട്ട് നിൽക്കും കേട്ടോ നമ്മുടെ ലാഷസ്. പിന്നെ നിങ്ങൾ കണ്ണിന്റെ താഴെയുള്ള ലാഷസിൽ മസ്കാര ഇട്ട് കൊടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു വട്ടെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കാരണം ചിലപ്പോൾ താഴെ ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. കണ്ണിന്റെ എന്താ പറയുക, നമ്മുടെ ഐ ബാഗിന്റെ ഭാഗത്തൊക്കെ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ നിങ്ങൾ സൂക്ഷിച്ച് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐസ് കിട്ടും കേട്ടോ. നല്ല എടുത്തു നിൽക്കും നമ്മുടെ കണ്ണ്. പിന്നെ ഞാനൊരു കാര്യം വിട്ടുപോയിട്ടോ, നമ്മൾ മസ്കാര ഇടുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഐ ഷാഡോയിലെ ഏതെങ്കിലും ഒരു ഷെയ്ഡ് ഉണ്ടാവുമല്ലോ, ആ ഒരു കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഷെയ്ഡ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഷെയ്ഡ് കുറച്ച് നമ്മുടെ കണ്ണിന്റെ ആ താഴ്ഭാഗത്തു കൂടി ഇച്ചിരി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു കണ്ണിങ്ങനെ എടുത്ത് നിൽക്കുന്ന പോലെ ഉണ്ടാവും. നിങ്ങൾ താഴെ കണ്ണ് എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡോ അല്ലെങ്കിൽ ഇപ്പോൾ ഇട്ടിട്ടുള്ള ഐ ഷാഡോയിലുള്ള ഏതെങ്കിലും ഒരു ഷെയ്ഡ് എടുത്തിട്ട് വളരെ ലൈറ്റായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ലൈൻ പോലെ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു കണ്ണിനൊരു എടുത്ത് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ അത് മസ്കാര ഇടുന്നതിന് മുന്നേ ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ മസ്കാര ഇട്ട് എൻ്റെ മസ്കാര നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, അതിനുശേഷം താഴെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എനിക്ക് വിട്ടുപോയതാണ്. നെക്സ്റ്റ് ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ മേക്കപ്പിൽ ഒരു സംഭവമാണല്ലേ ഇത്. ഇടുമ്പോൾ തന്നെ നമുക്ക് മൊത്തത്തിൽ ഓവറോൾ ഒരു ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഡാസ്ലറിന്റെ ഡീപ് ബർഗൻഡി ഷെയ്ഡാട്ടോ യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ട് ലിപ്സ് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്താ പറയുക, ലൈൻ ചെയ്ത് കൊടുത്ത ശേഷം സുഡിയോന്റെ ഈ ഒരു ടോസ്റ്റഡ് ആൽമണ്ട് ഷെയ്ഡ് കേട്ടോ. എനിക്ക് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ ഇടുന്ന സമയത്ത് എന്താ പറയുക, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലിപ് കോംബോ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഉള്ളിലായിട്ട് ഇട്ട്
കൊടുക്കുകയാണ് കേട്ടോ. അത് വെച്ചിട്ട് എന്താ പറയുക, കുറച്ച് മാത്രം ഇട്ടാൽ മതി, കാരണം ഇത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വാഷ് ഔട്ട് ആവുന്ന ഷെയ്ഡാണ്. അപ്പം എനിക്ക് ആ ഭയങ്കര ഒരു ബ്രൈറ്റ് ലിപ്സിൽ നിന്നും മാറിയിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കിട്ടും. ഞാൻ ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആ വീഡിയോ എനിക്ക് കിട്ടിയില്ല. ഞാൻ ഇട്ട് കൊടുക്കുമ്പോഴേക്ക് ഫോൺ കട്ടായി. അപ്പം ബ്ലഷ് വളരെ ലൈറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ട്രോബ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഹയസ്റ്റ് പോയിന്റ്സിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഭയങ്കര ഗ്ലോ അറിയുന്നില്ലേ? ആ മൂക്ക് മൊത്തം ഇങ്ങനെ ഒരു നീണ്ട ഒരു ഫീല് തോന്നുന്നില്ലേ? കണ്ടോ, അങ്ങനെ ഒരു ഗ്ലോ ഫീൽ ചെയ്യും. പിന്നെ ഇത് കുറച്ച് നിങ്ങളുടെ ടെക്സ്ചർ സ്കിന്നൊക്കെ ആണെങ്കിൽ ഇത് അത്ര രസം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ എൻ്റെ ഹെയർ കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പം എനിക്ക് പ്രത്യേകിച്ച് ഹെയറിൽ അങ്ങനെ ഹെയർ സ്റ്റൈൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല, കാരണം എൻ്റെ അത് ബോട്ടോക്സ് ചെയ്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫ്രണ്ടിലെ ഭാഗം മാത്രം എടുത്തൊന്ന് ബാക്കിലോട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഐഷാഡോ പാലറ്റിലെ ഒരു എന്താ പറയുക ഷിമ്മർ ഷെയ്ഡ് ഉണ്ടല്ലോ, അത് കണ്ണിൻ്റെ ഇന്നർ കോർണറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നില്ല, ആ ഷെയ്ഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണൊന്ന് പോപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും, ഫോട്ടോസിലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും. ഇനി ഞാൻ മുല്ലപ്പൂ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. മുല്ലപ്പൂ ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിലൊന്ന് വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. എനിക്ക് ഹെയർ സ്റ്റൈൽ മാത്രമാണ് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തത്, കാരണം എൻ്റെ ഓൾറെഡി ബോട്ടോക്സ് ചെയ്തിട്ടുള്ള ഹെയർ ആയതുകൊണ്ട് ഇതിൽ വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഇവന്നെ ഇപ്പൊ ജസ്റ്റ് ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഹെയർ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റേത് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്തു. ആൻഡ് ഇങ്ങനെ വെക്കുമ്പോൾ പൂവ് മുന്നോട്ട് കാണുന്നുണ്ട്. എനിക്ക് പൂ വെക്കുമ്പോൾ മുന്നോട്ട് പൂ കാണണം കേട്ടോ, നമ്മുടെ ഫേസിലോട്ട് കാണുന്ന രീതിക്ക് വെക്കാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിക്ക് വെച്ചിട്ടുള്ളത്. വേറെ ലുക്സ് ഒന്നും എനിക്ക് ഹെയറിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ ഇയറിംഗ്സ് ആണ്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ ഞാൻ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇവിടുത്തെ കാവിലെ ഉത്സവത്തിന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അടിപൊളിയായിട്ടില്ലേ? ഓക്കെ, അപ്പൊ മാല പിന്നെ എന്റെ അടുത്തുള്ളത് ഓൾറെഡി എന്റെ ഇവിടെയുള്ള മാലയാണ്. സോ അത്രയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു മോതിരം കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പൊ എനിക്ക് എന്റെ കണ്ണിങ്ങനെ ഭയങ്കര ഒരുപാട് ഇങ്ങനെ എടുത്തു നിൽക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടു. അതായത് ഇങ്ങനെ ഭയങ്കരമായിട്ട് കളറുള്ള പോലെ ഫീൽ ചെയ്തു. ഞാൻ ലാസ്റ്റ് ഫൈനലായിട്ട് എന്റെ മിററിൽ നോക്കിയപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്തു നിൽക്കുന്ന പോലെ ഫീൽ ചെയ്തു. അപ്പൊ എനിക്ക് അത് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഭയങ്കരമായിട്ട് കണ്ണിന് ഇവിടെയൊക്കെ ആയിട്ട് ഭയങ്കര കളറുള്ള പോലെ ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ അത് എന്ത് ചെയ്തു, അതൊന്ന് കുറച്ചു കൊടുത്തു. പക്ഷെ ഭയങ്കര കളർ ഫീൽ ചെയ്യുക, കാരണം അത്തരത്തിലുള്ള ഒരു ലുക്കിന്റെ ആവശ്യമില്ല. നമുക്കിങ്ങനെ ഭയങ്കര ബ്രൈറ്റ് അങ്ങനത്തെ ഐസിന്റെ ഭയങ്കരമായിട്ട് എടുത്തു നിൽക്കുന്ന ലുക്ക് ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ അതൊന്ന് പോക്കിയിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ, ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള രീതിക്കാണുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റെപ്പിൽ നിങ്ങളുടെ അടുത്തുള്ള പ്രൊഡക്ട്സ് ഏതാണോ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയൊരു മിനിമൽ ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓവറോൾ ലുക്കിൽ ഒരു ചേഞ്ച് വരുത്തുന്ന സാധനമാണ് കേട്ടോ നമ്മുടെ ഈ പൊട്ടെന്ന് പറയുന്ന സംഭവം. അപ്പൊ ഈ ഒരു പൊട്ട് കുത്തുമ്പോൾ തന്നെ ഭയങ്കര ഹ്യൂജ് ഡിഫറൻസ് നമ്മുടെ ഫേസിന് ഉണ്ടാവും. എനിക്ക് പ്രത്യേകിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള പൊട്ട് ബ്ലാക്ക് പൊട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലാക്ക് പൊട്ടന്നെ കുത്തി കൊടുത്തിട്ടുള്ളത്. വള പിന്നെ ഞാൻ നോർമലി എപ്പോഴും ഇടുന്ന നോർമൽ ഈ ഒരു വളയായിട്ട് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഹെവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഹെവി എന്താ പറയാ ബാംഗിൾസ് വെച്ചിട്ട് പെയർ ചെയ്യാവുന്നതാണ്. ഞാൻ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ ഒരു സിമ്പിൾ വള മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാട്ടോ. പിന്നെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അതുപോലെ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.